ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ചധികം ദിവസമായിട്ട് വിചാരിക്കണു. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ എന്താ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പം ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക്, ഇത് ഞാൻ അടക്കമുള്ള ആളുകൾക്ക്, ഈ പ്രഗ്നൻസിയേക്കാളും ഡെലിവറിയേക്കാളും ഒക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പാല് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പാൽ ഒട്ടുമില്ല, അല്ലെങ്കിൽ പാല് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഉള്ള പാല് കുഞ്ഞിന് തികയണില്ല എന്നൊക്കെ തുടങ്ങി അനവധി നിരവധി പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ സിസേറിയനായിരുന്നു. ഞാൻ ചുരുക്കി പറയാം. എൻ്റെ സിസേറിയനായിരുന്നു. എൻ്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് 2 ആഴ്ചത്തോളം പാലൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. പിന്നെ ഞാൻ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ് പതുക്കെ പതുക്കെ പാല് കൂടി വന്നത്. അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ സിസേറിയൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ സിസേറിയൻ്റെ വേദനയും നമുക്ക് അതൊക്കെയാണ് ശ്രദ്ധ കൂടുതൽ. അതായത് തിരിയാനും ഇരിക്കാനും തന്നെ വയ്യാത്ത നമുക്ക് മുലപ്പാല് കുഞ്ഞിന് കിട്ടുന്നുണ്ടോ എന്നല്ല, നമ്മളെങ്ങനെയെങ്കിലും എണീറ്റ് നിൽക്കണ്ടേ ആദ്യം എന്നുള്ളൊരു ചിന്തയാണ് വരിക. അപ്പം ഞാൻ ആ സമയത്തൊന്നും ഞാൻ അതിനെക്കുറിച്ച് ബോധറായിട്ടില്ല. എൻ്റെ മോന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ചയോളം ഞാൻ പ്രോ എന്നുള്ളൊരു ഫോർമുല കൊടുത്ത് തോന്നുന്നു. ഫോർമുല മിൽക്കാണ് അവന് കൊടുത്തിരുന്നത് ഒരു 1-2 ആഴ്ചയോളം കംപ്ലീറ്റ്ലി. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഓരോന്ന് ചെയ്ത് ഫോർമുല കൊടുക്കണതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവന്ന് 6 മാസത്തോളം, അതായത് ഫോർമുല അവൻ ആദ്യം വാങ്ങിയ ഫോർമുലയുടെ പാക്കറ്റ് പോലും മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതിന് മുമ്പേ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ മുലപ്പാൽ കൂട്ടി 6 മാസത്തോളം അവന് മുഴുവൻ എൻ്റെ മുലപ്പാൽ തന്നെയാണ് ഞാൻ അവന് കൊടുത്തത്. അപ്പം എനിക്കതുകൊണ്ട് 100% പറയാൻ പറ്റും, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 99% ആളുകൾക്കും പാലുണ്ടാകും എന്നുള്ളത്. കാരണം ഞാൻ ഇതുപോലെ ഒട്ടും പാലില്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നഴ്സുമാർ പറയുമായിരുന്നു, ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് സക്കയിപ്പിച്ചോ, കുടിപ്പിച്ചോ, കുഞ്ഞ് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പം ഞാനിങ്ങനെ ഇല്ല, കൊടുത്തു, കുഞ്ഞ് കുടിക്കണില്ല, പാലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ അതിങ്ങനെ ഒഴിവാക്കും. അതായത് കൂടുതൽ ഞാൻ ശ്രദ്ധ പോലും അതിന് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ കുറേ വലിച്ച് നീട്ടണില്ല. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ മുലപ്പാൽ കൂടാൻ വേണ്ടി ചെയ്തതെന്ന് പറയാം. ഇത് എനിക്ക് തോന്നുന്നു ചില ആളുകൾ, ഇപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ ആ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ പല വീഡിയോസും നോക്കിയിട്ടുണ്ട് മുലപ്പാൽ കൂടാൻ എന്ത് ചെയ്യാം എന്നൊക്കെ. അപ്പം അതിൻ്റെ താഴെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടും എൻ്റെ പാല് കൂടണില്ല, ഞാനിതൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് മുലപ്പാൽ കൂടണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം പറയുന്ന കുറേ അമ്മമാർ. എനിക്കപ്പോൾ തോന്നി, ടീച്ചർ അപ്പം എൻ്റെയും കൂടുമോ, എനിക്കും ഇനി പാലുണ്ടാവില്ല എന്നൊക്കെ ഞാനും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇരുന്നൊന്ന് അതിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പം ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ മുലപ്പാൽ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അകത്തേക്ക് എന്ത് കഴിക്കാം എന്നാ ചിന്തിക്കുക. കുറേ ഉലുവയുടെ സാധനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ അകത്തേക്ക് എന്തൊക്കെ കഴിക്കാം എന്ന് നോക്കും. പക്ഷെ അകത്തേക്ക് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ട 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് മുലപ്പാൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും ഈ മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ളതാണ്. അതായത് ക്വാളിറ്റി കുറവുള്ള മുലപ്പാലും ഉണ്ടാവും. നമ്മൾ മര്യാദയ്ക്ക് കാൽഷ്യം എടുക്കുന്നില്ല, പ്രോട്ടീനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മുലപ്പാലിൻ്റെ ക്വാളിറ്റിയും കുറവായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അകത്തേക്കുള്ള സാധനങ്ങൾ കഴിക്കുന്നത്. മുലപ്പാൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാലെങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് പാലുണ്ടാകുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നോ അത്രയും നമ്മുടെ ശരീരം പാലുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോണ മെസ്സേജ് എന്തായിരിക്കുന്ന, കുട്ടി 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് നന്നായി പാലുണ്ടാക്കിക്കോളൂ എന്നാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജ്. ഇനി അതല്ല, നമ്മൾ പാലൊന്നുമില്ല, കുഞ്ഞിനെ കൊണ്ട് സക്കയിപ്പിച്ചിട്ട് ഒരു കാര്യം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സക്കയിപ്പിക്കലേ അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജ് എന്തായിരിക്കും, ഈ കുഞ്ഞ് പാലൊന്നും കുടിക്കുന്നില്ല, അപ്പോൾ പിന്നെ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, പാലുണ്ടാക്കുന്നതിൻ്റെ അളവ് കുറച്ചുള്ളൂ എന്ന മെസ്സേജാണ് പോവുക. അപ്പം നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് പാല് വേണമല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ അറിയോ, നമുക്ക് തുടക്കത്തിൽ പാലുണ്ടാവില്ല. അപ്പോൾ പാലുണ്ടാവാത്തൊരു സ്റ്റേജിൽ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ കുഞ്ഞിനെ കൊണ്ട് വലിപ്പിച്ചിട്ട് എന്താ കാര്യം, കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടാവില്ല, അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് സക്കയിപ്പിച്ചിട്ട് കാര്യമില്ല, അതിന് ഫോർമുല കൊടുക്കാം. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും, അയ്യോ മുലപ്പാലുണ്ടാവുന്നില്ല, വിഷമിച്ചിരിക്കും. പക്ഷേ എന്നിട്ട് കുഞ്ഞിന് ഫോർമുല നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ. അതായത് ഞാനൊക്കെ തുടക്കത്തിൽ
ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുമ്പം കുഞ്ഞിനെ കൊണ്ട് 2 ബ്രസ്റ്റിൽ നിന്നും സക്ക് ചെയ്യിപ്പിക്കും. ഒരു 5 മിനിറ്റ് വീതം. ഒരു ബ്രസ്റ്റിൽ നിന്ന് 5 മിനിറ്റ്, മറ്റേ സൈഡിൽ നിന്നും 5 മിനിറ്റ്. അങ്ങനെ മൊത്തം 10 മിനിറ്റോളം ബ്രസ്റ്റ് സക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്തായാലും കുഞ്ഞിൻ്റെ വിശപ്പ് മാറാൻ പോകണില്ല. കാരണം നമുക്ക് തുടക്കത്തിൽ പാലൊന്നും ഉണ്ടാവില്ലല്ലോ അധികം. എന്നിട്ട് കുഞ്ഞിന് ഫോർമുല കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറാൻ ഫോർമുല അപ്പുറത്ത് കിട്ടും. അതുകൂടാണ്ട് നമ്മുടെ നമ്മുടെ ബ്രെയിനിലേക്ക് കുഞ്ഞ് സക്ക് ചെയ്യുന്നുള്ളൊരു മെസ്സേജ് പോകും. കുഞ്ഞിന് കുറച്ച് പാൽ എന്തായാലും കിട്ടും. നമ്മൾ ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ അധികം കിട്ടില്ല പാല്. അതുപോലെ നമ്മൾ ബ്രസ്റ്റ് സ്ക്വീസ് ചെയ്യുമ്പോഴും നമുക്ക് അധികം പാലൊന്നും വരുന്നതായിട്ട് തോന്നില്ല. പക്ഷെ കുഞ്ഞ് സക്ക് ചെയ്യുമ്പം അതിന് അത്യാവശ്യം പാല് കിട്ടും. സക്ക് ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ പാല് കിട്ടും. എങ്ങനെ പോലും 3-4 തുള്ളിയെങ്കിലും കിട്ടുമല്ലോ, അത് മതി. അതായത് പിന്നെ അങ്ങനെ സക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാല് ഉണ്ടാകുന്നതിൻ്റെ അളവ് കൂട്ടേണ്ടത്. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സത്യം പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന പിന്നിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. എത്ര കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നോ അത്രയും നമ്മുടെ ബോഡി സപ്ലൈ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 മണിക്കൂർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും 2 ബ്രസ്റ്റിൽ നിന്നും കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കണം. 5 മിനിറ്റ് വീതം വെച്ചിട്ട് മതി. ഒരു ബ്രസ്റ്റിൽ നിന്ന് 5 മിനിറ്റ്, മറ്റേ സൈഡിൽ നിന്നും 5 മിനിറ്റ്. അങ്ങനെ നിർബന്ധമായിട്ട് സക്ക് ചെയ്യിപ്പിക്കുക. പാലില്ല എന്ന് വിചാരിച്ച് സക്ക് ചെയ്യിപ്പിക്കാതിരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാലത്ത് പാലുണ്ടാകാൻ പോകില്ല കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പാലിൻ്റെ അളവ് കുറവാണെങ്കിലും ഉള്ളത് സക്ക് ചെയ്യിപ്പിക്കുക. പിന്നെ കുഞ്ഞിന് വിശപ്പ് മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫോർമുല കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും സക്ക് ചെയ്യിപ്പിക്കാതിരിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാലിൽ ഏറ്റവും കൂടുതൽ അളവ് വലിയൊരു ശതമാനം വെള്ളമാണുള്ളത്. അപ്പോൾ തുടക്കത്തിൽ ആ പാല് നമുക്ക് നന്നായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കണം. എൻ്റെയൊക്കെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് അവരിങ്ങനെ റൗണ്ട്സിന് വേണ്ടി റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയും ഇങ്ങനെ പാല് നമുക്ക് കുറവാണ് എന്നൊക്കെ പറയുമ്പം ഗൈനക്കോളജിസ്റ്റ് ആസ് യൂഷ്വൽ പറയും വെള്ളം നന്നായി കുടിച്ചോളൂ കേട്ടോ പറയും. നമ്മളെന്താ വിചാരിക്കുക വെച്ചാൽ ഈ മുടി കൊഴിച്ചലിനും മുഖക്കുരുവിനും എന്ത് വന്നാലും എന്താണ് ഡോക്ടേഴ്സ് പറയുക, വെള്ളം നന്നായി കുടിക്കൂ. അതുകൊണ്ട് ഞാനൊക്കെ ആ ഡോക്ടർ പറഞ്ഞ വെള്ളം കുടിക്കൂ എന്നുള്ള കാര്യം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എല്ലാത്തിനും തന്നെയല്ലേ ഇപ്പോൾ ഇവർ പറയുക എന്ന് വെച്ചിട്ട് ഞാനും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് വെള്ളം കുടി എന്നുള്ളത് മുലപ്പാലുണ്ടാവാൻ അത്ര പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പ്രധാനം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇടയ്ക്ക് പോയി എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചത് കൊണ്ടായില്ല. ആ വെള്ളം കുടിക്കുന്നതൊക്കെ ഒരു രീതിയുണ്ട്. ഞാൻ എന്താണ് ചെയ്തിരുന്നതെന്ന് പറയാം. ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷം, അതായത് എൻ്റെയൊക്കെ മോൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞ 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കണം എന്നാണ്. അവിടെ ഞാൻ 2 മണിക്കൂർ കൂടുമ്പോൾ മോനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കും. തുടക്കത്തിലൊക്കെ ഫോർമുല കൊടുക്കും ഈ പറഞ്ഞ പോലെ. പക്ഷെ പിന്നെ അവൻ്റെ ബ്രസ്റ്റ് മിൽക്ക് മതിയായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കും. പാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ 1 കപ്പ് വെള്ളം കുടിക്കും. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1/2 ലിറ്ററോളം വരും. വലിയ കപ്പ് കേട്ടോ, കുഞ്ഞി ഗ്ലാസ് ഒന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ള കപ്പിൽ 1 കപ്പ് നല്ല വെള്ളം കുടിക്കും. അത് നിർബന്ധമായിട്ടും കൂടി ശീലാക്കണം. ഇപ്പോൾ രാത്രി പോലും ഇപ്പോൾ കുഞ്ഞ് രാത്രികളിലൊക്കെ നന്നായി പാല് കുടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എണീറ്റിരുന്ന് കുഞ്ഞിന് പാല് കൊടുത്ത് കഴിഞ്ഞ് കിടത്തി കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം പോയി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഇടയ്ക്ക് പോയി മൂത്രമൊഴിക്കണമെന്നല്ലേ ഉള്ളൂ. തുടക്കത്തിലൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും, രാത്രിയൊക്കെ ഇരുന്നേരം മൂത്രമൊഴിക്കാൻ പോവുക എന്നുള്ളത്. പക്ഷേ അത് ചെയ്ത് നോക്കൂ. നമ്മൾ ഈ കുറേ അകത്തേക്ക് കഴിക്കുന്നതിലോ അതിലൊന്നുമല്ല കാര്യം. നമ്മളിങ്ങനെ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നല്ലപോലെ മുലപ്പാൽ ഉണ്ടാക്കാൻ സഹായിക്കുക. ഇത് വളരെ പ്രധാനമാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് മുലപ്പാൽ ഉണ്ടാകാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം മുലപ്പാലിൽ അത്രയധികം ശതമാനം വെള്ളമാണുള്ളത്. അപ്പോൾ വെള്ളം കുടിക്കൽ ഒരു കാരണവശാലും മുടക്കരുത്. സാധാരണ മറ്റ് അസുഖങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസിൽ ഡോക്ടർ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ ലാഘവത്തോടെ കാണരുത്. ഇത് മുലപ്പാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ നിങ്ങൾ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം, നല്ല അളവിൽ കുടിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പല യൂട്യൂബ് ചാനലിൻ്റെയും ഈ പറഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റായിട്ട് വരുന്ന ഒന്നാണ് എന്ത് ചെയ്തിട്ടും പാലില്ല എന്നുള്ളത്. ആ പാലില്ലാണ്ടിരിക്കാൻ, അതായത് ഇവർ ഈ പറയുന്ന ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ടാവും, അകത്തേക്ക് കഴിക്കേണ്ടത് കഴിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുഞ്ഞിനിങ്ങനെ പാല് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടാവാം, വെള്ളം കുടിക്കുന്നുണ്ടാവാം, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പാലുണ്ടാവണില്ല. എനിക്ക് പാലുണ്ടാവില്ല, എൻ്റെ ശരീരത്തിന് പാലുണ്ടാക്കാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ ഞാനൊരു കമൻറ്റ് എപ്പോഴോ കണ്ടിരുന്നു. അങ്ങനെയൊന്നുമല്ല, എല്ലാവരുടെ ശരീരത്തിന് പാലുണ്ടാക്കാനൊക്കെ പറ്റും. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ പാലുണ്ടാവാനുള്ള ഹോർമോൺ ഇങ്ങനെ
കൂടി 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 വരും. അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറേ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സുമായിട്ട്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ടെൻഷനും സ്ട്രെസ്സും വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് പാലുണ്ടാവാൻ സഹായിക്കുന്ന ഹോർമോണിന് നേരെ വിപരീതമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് പാലുണ്ടാക്കാനുള്ള ഹോർമോൺ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരും. അതേസമയം ഇപ്പുറത്ത് ടെൻഷൻ അടിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ എനിക്കൊക്കെ തുടക്കത്തിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ, എൻ്റെ മോനൊരു ചെറിയ പനിയോ എന്തോ വന്ന സമയത്ത്, നമുക്ക് തുടക്കത്തിൽ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ, അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ പാല് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടങ്ങ്, അതായത് അത്യാവശ്യം നന്നായിട്ട് പാല് കൊടുത്തിരുന്ന ആളായിരുന്നു ഞാൻ, പെട്ടെന്ന് അങ്ങ് പാലിൻ്റെ അളവ് അങ്ങ് കുറയാൻ തുടങ്ങി. നമുക്കത് ബ്രസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുഞ്ഞ് കുടിക്കുന്ന കേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പാൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. അതായത് ഒന്നും ഉണ്ടായില്ല, എല്ലാം ഞാൻ ആസ് യൂഷ്വലാണ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ അന്ന് ടെൻഷൻ അടിച്ചു ഒരുപാട്. കുഞ്ഞിന് വയ്യാന്ന് കണ്ടപ്പം ഒരുപാട് ടെൻഷൻ അടിച്ചു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് എൻ്റെ പാൽ അങ്ങനെയേ കുറഞ്ഞു. അത് ആ പാലുണ്ടായി തുടങ്ങുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ ചെറിയ ഫാക്ടേഴ്സ് പോലും പാലിനെ കുറയ്ക്കും. കുറേ കഴിഞ്ഞ് ഇപ്പം എൻ്റെ മോന് 1.25 വയസ്സായി. ഇപ്പോൾ അവൻ നന്നായി പാൽ കുടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് വെച്ചിട്ട് പാലിനളവ് അങ്ങനെ കുറയാൻ പോണില്ല. കാരണം എൻ്റെ ശരീരം അങ്ങനെ പാലുണ്ടാക്കി തുടങ്ങി കുറേ കാലമായിട്ട്. പക്ഷെ തുടക്കത്തിൽ ആ പാലുണ്ടായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പാലിനെ നല്ലപോലെ കുറയ്ക്കും. അപ്പോൾ ഒരു കാരണവശാലും ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികം. ഒരുപാട് ആളുകൾ അത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ സില്ലിയായിട്ട് പറയില്ല അതിനെ. പക്ഷെ എങ്കിലും പാലുണ്ടാകാൻ വേണ്ടി ചില ആളുകളുടെ ടെൻഷൻ പാലുണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. ആ ടെൻഷൻ കൊണ്ട് തന്നെ അവർക്ക് പാലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പാല് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കാമായിട്ടിരിക്കുക. ഈ 3 കാര്യം നിങ്ങൾ ചെയ്ത് നോക്കൂ. ഞാൻ ഇനി അകത്തേക്ക് കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ കഴിച്ചിട്ടുള്ള ഇതും എന്തൊക്കെയാണെന്ന് പറയാം. പക്ഷെ അതൊന്നും നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ കൂടി ഈ 3 കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുലപ്പാൽ കൂടും. ഇത് 3 പക്ഷേ അതുപോലെ തന്നെ ചെയ്യണം. റെഗുലർ ഇൻ്റർവെല്ലിന് 2 ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് സക്കയിപ്പിക്കണം. നല്ലപോലെ വെള്ളം കുടിക്കണം. സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഇല്ലാതിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 കാര്യം. പിന്നെ അകത്തേക്ക് കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനും കഴിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് അകത്തേക്ക് കഴിക്കണത് വേസ്റ്റ് എന്നല്ല കേട്ടോ, അത് പാലുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ 3 കാര്യമാണ് ഏറ്റവും പ്രധാനം. ശരി, അപ്പം ഞാൻ അകത്തേക്ക് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പറയാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാലോ, പാലുണ്ടാവാൻ ഇപ്പോൾ ആദ്യം ആളുകൾ പറയാം ഉലുവയാണ്. അപ്പം ഞാനത് തുടക്കത്തിലൊക്കെ ഉലുവക്കഞ്ഞി പോലെ എനിക്ക് എൻ്റെ അമ്മ വെച്ച് തരുമായിരുന്നു. ഉലുവക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഉലുവയും ചെറുപയറൊക്കെ വെള്ളത്തിൽ കുറച്ച് ഒരു 3-4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തലേന്ന് വെള്ളത്തിലിടും കേട്ടോ, വെള്ളത്തിലിട്ടിട്ട് അത് കുറച്ച് ചോറിൻ്റെ കൂടെ കുക്കറിലടിക്കും. അതിലേക്ക് ചിലപ്പോൾ വെളുത്തുള്ളി ഇട്ടുണ്ടാവും, പിന്നെ ജീരകം ഇട്ടിട്ടുണ്ടാവും, പിന്നെ അതുപോലെ നാളികേരം കുറച്ച് അരിഞ്ഞതോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു ഉലുവക്കഞ്ഞി സാധാരണ പോലെ. ഇത് ഞാൻ ഒരു സമയത്തെ ഭക്ഷണമാക്കിയൊക്കെ തുടക്കത്തിൽ കഴിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ് കേട്ടോ. അല്ലാണ്ട് എനിക്കിത് അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ പിന്നെ പാലുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ആരോഗ്യം നോക്കി കഴിക്കുന്നതാണ്, ടേസ്റ്റ് നോക്കി കഴിക്കുന്നതാണ്. അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഒന്നില്ലെങ്കിൽ ഞാൻ ലഞ്ച് പോലെ കഴിക്കും, അല്ലെങ്കിൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുള്ളൂ. പിന്നെ എനിക്ക് മടിയായി, ഇത് കഴിച്ച് എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ ഇത് മുളപ്പിച്ച് കഴിക്കാൻ തുടങ്ങി. അതായാലും മതി കേട്ടോ, നമുക്ക് ഈ സാധനം വയറ്റിലേക്ക് എത്തണമെന്നേ ഉള്ളൂ. ഇന്ന രൂപത്തിൽ തന്നെ എത്തണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുപയറും ഉലുവയും കൂടി മുളപ്പിക്കാൻ വെക്കും. ഇത്തിരി വെള്ളത്തിൽ സാധാരണ പോലെ നമ്മൾ സ്പ്രൗട്ട്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉലുവയും ചെറുപയർ സ്പ്രൗട്ട്സ് ഒരുവിധം എല്ലാവരും കഴിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഉലുവയും കൂടെ ഇട്ടിട്ട് ഞാനതിങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ഇങ്ങനെ കഴിക്കും, ഓരോ സ്പൂണ്. അങ്ങനെ ഞാനൊരു ബൗള് മുളപ്പിച്ചതൊക്കെ ഒരു ദിവസം തീർക്കും. അങ്ങനെ ഒറ്റയടിക്ക് തിന്നിട്ടല്ല, പല പല തവണയായിട്ട്. അപ്പം പിന്നെയൊക്കെ ഞാൻ അങ്ങനെയാണ് കഴിച്ചിരുന്നത്. അതായാലും മതി. ഈ ഉലുവക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സൂത്രപ്പണി ഇങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ലപോലെ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് മുട്ടയൊക്കെ 1-2 കഴിച്ചിരുന്നു. അതുപോലെ പാല് കുടിച്ചിരുന്നു. പിന്നെ ഞാൻ സ്ഥിരം കഴിച്ചിരുന്നൊരു സാധനമാണ്, വളരെ നല്ലൊരു സാധനമാണ്. ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നെയ്യിൽ വാട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ ചോറിട്ടിട്ട് എൻ്റെ അമ്മ തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ എൻ്റെ അമ്മ എനിക്ക് ഇടയ്ക്ക് ഞാൻ വീട്ടിലൊക്കെ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഞാൻ കഴിക്കാറുണ്ട്. അതെനിക്ക് അമ്മ മിക്ക ദിവസം ഉണ്ടാക്കി തരാറുണ്ട്. അത് വളരെ നല്ലതാണ്.
ഈ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ ഈ പാലുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. നെയ്യും അതെ. നെയ്യ് എല്ലാ ദിവസവും കാലത്ത് എണീറ്റ ഉടനെ, അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ നെയ്യും ഞാൻ കഴിക്കാറുണ്ട്. ആ സമയത്തല്ല, ഇപ്പോഴും ഞാൻ പറ്റുന്ന ഓർമ്മയുള്ള ദിവസങ്ങളൊക്കെ കഴിക്കാറുണ്ട്. നെയ്യ് വളരെ നല്ലതാണ്. നെയ്യ് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജഷൻ നന്നാക്കും. ഈ നമ്മുടെ ദഹനം ശരിയായാൽ തന്നെ പാലൊക്കെ നല്ലപോലെ ഉണ്ടാവുന്നേ. ദഹനം ശരിയാക്കും. നമ്മുടെ ശോധന കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാക്കും. അതുപോലെ എന്തെങ്കിലും ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കും. അതായത് വയറിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ ശരിയാക്കാൻ ഈ ഒരൊറ്റ നെയ്യ് മതി. അപ്പോൾ നല്ല നെയ്യ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. അതായത് അങ്ങനെ എങ്ങനെയാ വെച്ചാൽ നല്ല നെയ്യ് 1 സ്പൂണ് കാലത്ത് എണീറ്റ ഉടനെ കഴിക്കുക. അത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയ പ്രിപ്പറേഷൻസൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇങ്ങനെയും കഴിച്ചിരുന്നു. പിന്നെ ഈ ശതാവരിയുടെ കിഴങ്ങൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. എനിക്കതൊന്നും കിട്ടിയിരുന്നില്ല, പക്ഷെ ഞാനതൊരു സജഷൻ പോലെ പറയുന്നേ ഉള്ളൂ. ശതാവരി ഇല്ലേ, ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ശതാവരി കിഴങ്ങുണ്ട് പറമ്പിലൊക്കെ. അപ്പോൾ അവളതൊക്കെ വെച്ച് ഇങ്ങനെ കിഴങ്ങ് കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്തൊക്കെ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ പാൽ കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നന്നായി ഭക്ഷണം കഴിക്കുക, അത്ര തന്നെ മെയിൻ സംഭവം. അതിൽ ഇങ്ങനെ ഉലുവ മുളപ്പിച്ച് കഴിക്കുക, ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക, അതുപോലെ മുട്ട കഴിക്കുക, പാൽ കഴിക്കുക, നെയ്യ് കഴിക്കുക, പിന്നെ ഉള്ളി വെളുത്തുള്ളി ഒക്കെയുള്ള സാധനങ്ങൾ നന്നായി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുക. അത് ടാബ്ലറ്റായിട്ട് കഴിക്കണോ, കാൽഷ്യം നന്നായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ പോരെ ചോദിച്ചാൽ കാൽഷ്യം തികയില്ല നമ്മുടെ ശരീരത്തിൽ ഇത്ര. കാരണം അങ്ങനെ പാല് കുഞ്ഞ് കുടിക്കുമ്പോഴേ, അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിച്ചോളാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കാൽഷ്യവും അയേണും കഴിച്ചിരുന്നു തോന്നുന്നു. അയേൺ ടാബ്ലറ്റും ഞാനപ്പോൾ കഴിച്ചിരുന്നു, കാൽഷ്യം ടാബ്ലറ്റും കഴിച്ചിരുന്നു. അത് എല്ലാ ദിവസവും കഴിച്ചോളൂ. അത് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഗുണമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ കുറച്ചധികം ദിവസം കാൽഷ്യം ഗുളിക കഴിക്കാതിരുന്ന് എനിക്ക് നടുവേനൊക്കെ വരും. കാരണം അവനിപ്പോഴും പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ അകത്തേക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് കഴിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് കൂടാതെ ഞാനൊരു രസായനം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന്, ഒരു സ്തന്യജനന രസായനം എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു ബോട്ടിലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അത് ഇതുപോലെ എൻ്റെ ഒരു മാഡം പറഞ്ഞിട്ട് ഞാൻ കഴിച്ചതാണ്. അതെനിക്ക് നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഈ ചവനപ്രാശമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് അതിന്. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ രസായനം ഇഷ്ടമായി. ഇത് പാലുണ്ടാക്കാൻ വളരെ നല്ലതാണ്. കാരണം അതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ. ഓരോ ഇൻഗ്രീഡിയൻറ്റും പാലുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്തന്യജനന രസായനം. ഞാൻ ഗൂഗിളിൽ, എൻ്റെ കയ്യിൽ എൻ്റെ പെട്ടി പാക്കറ്റൊന്നുമില്ല, ഞാൻ ഫോട്ടോ കാണുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അതാണ് ഒരു സാധനം. പിന്നെ ശതാവരിയുടെ ടാബ്ലറ്റ് കിട്ടും. അത് ഹിമാലയയുടെയാണ്. അത് 2 നേരം ഓരോന്ന് വെച്ച് കഴിക്കാം. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചാൽ ഞാൻ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ 1-2 ദിവസമൊക്കെ കഴിച്ചാൽ അവിടെ വെക്കും. അതാണ് ബേസിക് കാര്യം. എന്താണെന്നറിയോ, ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ പാലുണ്ടാവാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ ഒരു സപ്ലിമെൻറ്റ് പോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. പാലിൻ്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക, അത്രയൊക്കെ തന്നെ. പിന്നെ വേറൊരു സാധനം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലാക്റ്റേർ എന്ന് പറഞ്ഞൊരു പൊടിയാണ്. അങ്ങനെ ഒരുപാട് പൊടി കിട്ടും. അതിലൊക്കെ മെയിൻ കണ്ടന്റ് ശതാവരി തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് ലാക്റ്റേർ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര മധുരമായിരുന്നു. മധുരം എന്ന് പറഞ്ഞാൽ അയ്യോ, ഞാൻ മധുരം ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് പോലും ആ മധുരം പറ്റില്ലായിരുന്നു. അത്രയും മധുരമായിരുന്നു അതിന്. അപ്പം അതുകൊണ്ട് അത് ഞാൻ കഴിച്ചേർന്നില്ല, വാങ്ങിച്ച് വെച്ചു എന്ന് മാത്രം. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ പാലുണ്ടാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം, കഴിക്കാം എന്ന് മാത്രം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ തന്നെ പാലുണ്ടാവും. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു ഡിസ്ക്ലെയിമർ പോലത്തെ ആദ്യമേ പറയേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പം കഴിഞ്ഞു. എന്നാലും ഞാൻ പറയുകയാണ്, ഈ മുലപ്പാൽ ഇല്ല, ഫോർമുല കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റൊന്നും അല്ലാന്നേ. നമുക്ക് ചില സമയത്ത് നമുക്കിങ്ങനെ കുഞ്ഞിന് ഫോർമുല കൊടുക്കുമ്പോൾ നമുക്കൊരു അമ്മ എന്നുള്ളതല്ല, നമുക്ക് ചിലപ്പോൾ അയ്യോ ഞാനല്ലേ ശരിക്കും അതിന് മുലപ്പാൽ കൊടുക്കേണ്ടത് എന്ന്, എൻ്റെ ശരീരത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഒരു കുറ്റബോധമൊക്കെ ചിലപ്പോൾ വരാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ പാല് കൊടുക്കാൻ പറ്റാത്ത ഒരമ്മ പൊട്ടമ്മ ആവണില്ല അല്ലേ? ആ കുഞ്ഞിനെ ഇത്രയും സേഫായിട്ട് വയറ്റിൽ കൊണ്ട് നടന്ന് സേഫായിട്ട് തന്നെ പുറത്തേക്ക് എത്തിച്ചില്ലേ, അതന്നെ ഇത്രയും വലിയ കാര്യമല്ലേ? അപ്പം പിന്നെ പാല് കൊടുക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വെച്ചോളൂ. അത് ഇത്ര വലിയൊരു പാതകമൊന്നുമില്ല, ഇത്ര വലിയ തെറ്റൊന്നുമല്ല കേട്ടോ. അപ്പം
മുലപ്പാൽ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും മുലപ്പാലില്ല, ഫോർമുല കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ദോഷമൊന്നുമല്ല. ഫോർമുല കൊടുക്കേണ്ട അവസ്ഥകളിൽ ഫോർമുല കൊടുക്കാം. ഞാനും ഫോർമുല കൊടുത്തിട്ടൊക്കെ ഉണ്ട് എൻ്റെ മോന്. മുലപ്പാൽ കൊടുത്ത് വളർത്തിയ കുട്ടി മിടുക്കനാവുന്നോ ഫോർമുല കൊടുത്ത് വളർത്തിയ കുട്ടി മിടുക്കനാവില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ഇതൊന്നും തീരുമാനിക്കുന്നത് ഈ പറയുന്ന മുലപ്പാലൊന്നുമല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഫോർമുല മിൽക്കിൻ്റെ പാക്കറ്റിൽ പോലും എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് അമ്മയുടെ മുലപ്പാലിന് പകരം വയ്ക്കാനാവില്ല അതൊന്നും എന്നുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.